കുട്ടികൾ വീട്ടിലെത്തേണ്ടത് പലപ്പോഴും വന്യമൃഗങ്ങളുടെ ശല്യമുള്ള മേഖലകളിലൂടെയൊക്കെ പോകേണ്ട കുട്ടികളുണ്ട്. പണത്തിൻ്റെ പേരിൽ രാപ്പകലുകളില്ലാതെ ഉറക്കമില്ലാതെ ഓരോരുത്തരും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ നിമിഷം പോലും പണത്തിൻ്റെ കടം ഒരുപാട് ഉണ്ട്. എൻ്റെ വൈഫിൻ്റെയും പുള്ളിയുടെ വൈഫിൻ്റെയും ഒക്കെ സ്വർണ്ണമൊക്കെ പണയം വെച്ച് ഒരു ചലഞ്ചായിട്ട് എന്തായാലും ഈ വർഷം ഞങ്ങളുടെ സ്കൂള് ഒരു അടയാളപ്പെടുത്തൽ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നടത്തണം. അത് ഉറപ്പായി ഞങ്ങൾ നടത്തി കഴിഞ്ഞു. കല്ലും മുള്ളും നിറഞ്ഞ കാനന പാതയല്ല, പച്ചയായ ജീവിതത്തിന്റെ വെല്ലുവിളികളെ, പ്രതിരോധങ്ങളെ, എന്തിനേറെ പ്രകൃതിയോട് വരെ മല്ലിട്ടാണ്, അതിനെയെല്ലാം അതിജീവിച്ചാണ് ഈ സംസ്ഥാന കലോത്സവത്തിന് ഇവരെത്തിയത്. സാറന്മാർ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു സ്റ്റേജ് പോലും നമ്മൾ കാണില്ലായിരുന്നു. എൻ്റെ സ്കൂൾ SKVHSS നന്ദിയോടാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള സ്കൂളാണത്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ പേര് സബ് ജില്ലയിൽ നിന്നും ജില്ലയിലേക്കും ജില്ലയിൽ നിന്നും സംസ്ഥാനത്തേക്കും പോയിട്ടുണ്ട്. ഞങ്ങളിവിടെ സംസ്ഥാനത്തേക്ക് നിൽക്കാൻ ഉള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സ്കൂളാണ്. മെയിനായിട്ട് കലോത്സവത്തിന് ഞങ്ങൾ നോക്കുന്ന 2 സാറുമാരാണ് അനീസ് സാറും അർജുൻ സാറും. ഒരിക്കൽ പോലും സബ് ജില്ലാ തലത്തിനപ്പുറത്തേക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത, കണ്ടിട്ടില്ലാത്ത ഒരു പറ്റം കുരുന്നുകളെ ഈ വിജയത്തിന്റെ നെറുകയിലെത്തിച്ച ദൈവദൂതരായി അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്ന ഇവരാണ് ഈ കഥയിലെ ഹീറോസ്. പൂർണ്ണമായും കുട്ടികൾ മത്സരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതിൻ്റെ ശരിക്കുള്ള പ്രയാസങ്ങൾ മുഴുവൻ ഞങ്ങൾ രണ്ടുപേരായിട്ട് അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പിന്നെ സാറിൻ്റെ ഗോൾഡും അതൊക്കെ വിറ്റിട്ടാണ് സാറ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിവിടെ എത്തിച്ചത്. അപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം സാറമ്മ ഇത്രയും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന് നമുക്ക് തിരിച്ചൊരു ഇത് കൊടുക്കണം, ഒരു മാർക്ക് കൊടുക്കണം. എന്നെപ്പോലെ തന്നെ എൻ്റെ സ്കൂളിൽ നിന്ന് 118 പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഉള്ള മിക്കവരും വലിയ സാമ്പത്തിക നിലയിൽ നിൽക്കുന്നവരൊന്നും അല്ല. കഥകളി അടക്കമുള്ള ഒട്ടനവധി സാമ്പത്തിക ചിലവടങ്ങുന്ന ഒരുപാട് കലാരൂപങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അഭ്യസിക്കുവാനും അതുപോലെ തന്നെ കലോത്സവ വേദികളിൽ പ്രകടിപ്പിക്കുവാനും താല്പര്യമുണ്ടായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. എന്നാൽ പണത്തിൻ്റെ പേരിൽ ഭൂരിഭാഗം പേർക്കും വേദികളിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മഹാഭൂരിപക്ഷം വരുന്ന കുട്ടികളും തോട്ടം തൊഴിലാളികളുടെയോ തൊഴിലുറപ്പ് അതിന് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന രക്ഷിതാക്കളുടെ മക്കളാണ്. പല കുട്ടികൾക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് സാമ്പത്തികമാണ് അവർക്കൊരു വെല്ലുവിളിയായി മാറുന്നത്. ഞങ്ങൾ ആരംഭിക്കുന്നു പളിയ നൃത്തം. അതിരില്ലാത്ത ആകാശം സ്വപ്നം കാണുമ്പോഴും കലയുടെ ആകാശത്ത് അവർക്ക് വേലിക്കെട്ടുകളുണ്ടായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആദിവാസി വിഭാഗങ്ങളിൽ നിന്നടക്കമുള്ള കുരുന്നുകൾ തലസ്ഥാന നഗരിയിൽ നിന്നും വിജയം മനസ്സിൽ കണ്ടിറങ്ങി തിരിച്ചപ്പോൾ, അലങ്കാരങ്ങൾ അണിഞ്ഞപ്പോൾ അവരുടെ ഉറപ്പ് ദാ ഇവരായിരുന്നു. സാറന്മാർ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു സ്റ്റേജ് പോലും നമ്മൾ കാണില്ലായിരുന്നു. ഇത്രയും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന് നമുക്ക് തിരിച്ചൊരു മാർക്ക് കൊടുക്കണം. കേരള സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ഒരു 15 സ്കൂളുകളിൽ ഒന്നായ ഒരു 15ാമത്തെ സ്ഥാനത്തിനകത്ത് എന്തായാലും ഞങ്ങളുടെ സ്കൂൾ ഈ വർഷത്തെ കലോത്സവത്തിൽ ഉണ്ടാകും. ഈ സംസ്ഥാന കലോത്സവത്തിൽ ഇവർ മികച്ച വിദ്യാലയമായാലും ഇല്ലെങ്കിലും തീർച്ചയായും ഇവർ മികച്ച അധ്യാപകർ തന്നെയാണ്. ദ റിയൽ സൂപ്പർ ഹീറോസ്.